ഇല്ല, ഒരു അഡിക്ഷനും എനിക്കില്ല. അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരും, കാരണം നമുക്ക് ചില നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡ്രഗ് അഡിക്റ്റ് അല്ല. ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അമൽ പൗലോസ് ബ്രോ, ഇത് ഈ പരിപാടി അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഈ പരിപാടി. നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോക്കകത്ത് നിങ്ങൾ വന്ന് പറഞ്ഞത് ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുടങ്ങി. നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങളുടെ ഓരോരുത്തർക്ക് അവരവരുടെ ചാനലിലൂടെ എന്ത് കണ്ടന്റ് ചെയ്യണമെന്ന് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട് ബ്രോ, ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ ജീവിതം നമ്മളെ പലതും പഠിപ്പിച്ചു. ഒന്നാമത്തെ വീഡിയോ, രണ്ടാമത്തെ എനിക്കും ചിലത് പറയാനുണ്ട്, രണ്ടാമത്തെ വീഡിയോ അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്, മൂന്നാമത്തെ വീഡിയോ, നാലാമത് ഇനിയും ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കണേ. നിങ്ങൾ ഇതിനകത്ത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പാസ്റ്റ് ലൈഫിനകത്തും അതുപോലെ തന്നെ എൻ്റെ എന്ന് വെച്ചാൽ ഈ കുഞ്ഞാറ്റ ഇവരുടെ രണ്ടുപേരുടെയും ഡിവോഴ്സായി നടന്ന് ആ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ആദ്യത്തെ വീഡിയോ മുതൽ അദ്ദേഹം പറയുന്നത്. എൻ്റെ കുറച്ച് വ്ളോഗുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഉള്ളതെന്നും. പക്ഷേ പുള്ളിക്കാരൻ വിചാരിക്കുന്നതിനെക്കാട്ടിലപ്പുറം ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് തന്നെ അദ്ദേഹം ചില കുത്തുവാക്കുകൾ ഇങ്ങനെ പറഞ്ഞത് ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, കുറച്ചധികം ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അതിന് ചുറ്റും കൂടി. അതിനുശേഷം അദ്ദേഹം അത് തന്നെ എനിക്കും ചിലത് പറയാനുണ്ട്, അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്, ഇനി ഇങ്ങനെ ഉണ്ടായിരിക്കാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞാറ്റ എന്ന് പറയുന്ന സ്ത്രീയിലേക്ക്, ആ പെൺകുട്ടിയിലേക്ക്, ഒരു അമ്മയിലേക്ക് നേരെ നൈസായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ ഉൾട്ടയാക്കി കൊണ്ടുവന്ന് ഈ ചാനലിലൂടെ എന്താണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് ആ പരിപാടി നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ സുഹൃത്തെ, താങ്കൾ അധികം വൈകാതെ താങ്കൾ എക്സ്പോസ്ഡ് ആവും. അന്ന് താങ്കളെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ പലതൊക്കെ പുറത്തേക്ക് വരുമായിരിക്കാം. ഞാൻ ചുമ്മാ പറയുന്നതാണ്, ഒരു വൈൽഡ് ഗസ് ആണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് പേരോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ കോളായിട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ പഴയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആളുടെ നമ്മുടെ ഒരു കാര്യങ്ങൾ റിലേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു പേരും കാര്യങ്ങളും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് പറയാം കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എനിക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, അതായത് ആ വ്യക്തിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഇന്നലെ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയാൻ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം ഈ ദിവസം വരെ ഇട്ട വീഡിയോസിൻ്റെ അകത്ത് മൊത്തം പറഞ്ഞതും അതേ കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു കൂട്ടം ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവർ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാതെ പറഞ്ഞു വരുന്നതാണ്. ആ ഒരാൾ എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് പലതും പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ആ ആൾ നിങ്ങളോടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കരുത് പ്ലീസ്. എനിക്ക് ആ കാര്യങ്ങളൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല. പിന്നെ പറയുന്ന രീതിയിലുള്ള പലരും ചിലപ്പോൾ എൻ്റെ വായിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പറയണേ. ഭയങ്കരമായിട്ട് നമ്മൾ അതായത് ഇങ്ങനെ കുത്തി പറയില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പം ഈ പറയുന്ന ആളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ കുഞ്ഞാറ്റയും അവരുടെ സമീപത്തുള്ളത് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഇതൊന്നും അല്ലാത്ത ആൾക്കാർ നമ്മളോടൊക്കെ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങളൊക്കെ ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാവാം ചില ആൾക്കാരെങ്കിലും ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. അതിനകത്ത് കുഞ്ഞാറ്റ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ, എന്തൊക്കെയായിരുന്നു താങ്കൾ പല കാര്യങ്ങൾ കുഞ്ഞാറ്റ ലാസ്റ്റ് ഒരു പുള്ളിക്കാരത്തി ഒരു ജിസ്പി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ക്രീൻഷോട്ട് അടക്കം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ പിന്നണിയിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ, ദുരൂഹത പോലത്തെ കാര്യങ്ങളുണ്ട്. ഇനി എനിക്ക് ഇതിനെക്കാട്ടിലും ചത്താ മതിയായിരുന്നു എന്ന് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. ഇത് കാണാത്ത ആൾക്കാർക്കും അത് അറിയാത്ത ആൾക്കാർക്കും അറിയത്തില്ല. പക്ഷേ നമ്മളെപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ ചെയ്യുന്നതുകൊണ്ടാവാം പല ആൾക്കാരും ചിലപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും, പറയുകയൊക്കെ ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് അമൽ പൗലോസിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഡ്രാഗ് ചെയ്ത ആ കുട്ടി കഷ്ടപ്പെട്ട് ഇത്രയും നാൾ കരഞ്ഞു. അതിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട്, മാൾട്ടയിൽ പോയിട്ട് അത് പഠിച്ച് ഒരു ജോലിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ശ്രമത്തിനെ താങ്കൾ ശക്തിയുക്തം നശിപ്പിക്കാനുള്ള ശ്രമം നടത്താനാണ് അതിനാണ് മുതിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ എന്നുള്ള വ്യക്തി എക്സ്പോസ്ഡ് ആവും. ഇപ്പോൾ തന്നെ നിലവിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഈ 4-5 വീഡിയോ ആയിട്ടും താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരെക്കുറിച്ച് പറയുന്ന വീഡിയോസാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കുക്കിംഗ് വീഡിയോസോ മറ്റുള്ള കാര്യങ്ങളൊന്നൊക്കെയാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ അന്നത്തെ വീഡിയോ ഞാനും പറഞ്ഞിരുന്നു. അതെ, 2 വ്യക്തികൾ 2 ധ്രുവങ്ങളിലേക്ക് പോയെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിക്കുക. ഒരു കുട്ടിയുണ്ട്, അതാണ് ഏറ്റവും വലിയ ഒരു വിഷമം എന്നുള്ളത്. ഞാൻ കാണുന്നുണ്ട് ചിലതും ഞാൻ ഇപ്പോൾ കൊടുക്കാറില്ല. പിന്നെ ചിലവരോടൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട എന്നെ അറിയുന്ന ആൾക്കാർ കഴിക്കുന്നതോട് ഞാൻ ഉള്ള കാര്യം പറയാറുണ്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം എന്നെ അറിയുന്ന ആൾക്കാർ നാളെ എന്നെ നേരിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി അല്ലെങ്കിൽ ഒരു ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അറിയാത്ത ആൾക്കാർക്ക് ഇപ്പോൾ വീഡിയോ മാത്രം കണ്ട് പറയുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം അവരെ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. കാരണം എല്ലാം ഞാൻ സംബന്ധിച്ച് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോയിന് 2 വശങ്ങളുള്ള പോലെ തന്നെ എൻ്റെ ഭാഗത്തും കുറേ കാര്യങ്ങളുണ്ടാവും, അവിടെയും കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗങ്ങൾ ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് മറ്റേ ആളുടെ ഭാഗം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ട് എനിക്കതുകൊണ്ട് നഷ്ടം മാത്രമല്ല, എനിക്കതുകൊണ്ട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളിലോട്ടുണ്ടാവും. മനസ്സിലായോ? ഇത് ചോദിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഇപ്പം ഇച്ചായൻ എന്നുള്ള വ്യക്തി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, കുഞ്ഞാറ്റയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങുന്നു, നിങ്ങൾ പ്രണയവിവാഹം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ അറിയുന്ന കാര്യങ്ങൾ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുശേഷം വിവാഹത്തിന് ശേഷം സ്വാഭാവികമായിട്ട് ഒരു കുടുംബം പുലർത്തുക എന്നുള്ള കാര്യം അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആണെങ്കിലും നമ്മൾ എന്തായിരുന്നാലും ആണുങ്ങൾ ജോലിക്ക് പോകണം, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ബാധ്യതയും ആ ഒരു ഗൃഹനാഥൻ്റെ ആ ഒരു റോൾ നമ്മൾ ഏറ്റെടുക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും, നമ്മൾ ജോലികൾ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ ആ കുടുംബം പോറ്റേണ്ട സാഹചര്യം താങ്കൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞാറ്റ എന്നുള്ളൊരു വ്യക്തിക്ക് ഈ പറയുന്ന ഒരു വ്ളോഗ്, മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്നുള്ള സംഭവത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം വീഡിയോസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ആ ദിവസങ്ങളിലെല്ലാം ആ കുട്ടി കൂടുതലും കാണിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ അകത്ത് നിരന്തരം കരച്ചിലും വിഷമവും മറ്റുള്ള ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലേക്ക് തന്നെയായിരുന്നു. അന്ന് അതിനെ ഒരുപാട് ട്രോളിയിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. ട്രോളുകളും കരച്ചിൽ എന്നുള്ള രീതിയിലേക്കൊക്കെ അതിനെ ഒരുപാട് കളിയാക്കലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഒരു വിഷമം ഇന്ന് ഈ മറ്റൊരു തരത്തിലെങ്കിലും ആ കുട്ടിയുടെ ലൈഫിൻ്റെ അകത്ത് വേറെ കുറേ അധികം പരാധീനതയിലൂടെ കടന്നുപോയി എന്നുള്ള കാര്യം ഇന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന താങ്കൾ എന്തുകൊണ്ട് ആ സ്ത്രീ ഇത്രയും വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് താങ്ങായില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി എല്ലാ തരത്തിൽ തണലായിട്ടില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിനകത്ത്? അപ്പം ഒരു വളരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, ആ കുട്ടിയായിരുന്നോ പ്രശ്നം? ആ കുട്ടിയുടെ സൈഡിൽ നിന്നുള്ള മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, അവരുടെ കുടുംബത്തിനോടുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെയാണോ നിങ്ങളുടെ ദാമ്പത്യം ഇങ്ങനെ ആയത്? നിങ്ങളുടെ കുടുംബജീവിതമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമുക്കാർക്കും ചോദ്യം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാമല്ലോ, എൻ്റെ കയ്യിലേക്ക് ആസ് എ പേഴ്സൺ എൻ്റെ കയ്യിലേക്ക് ചില വ്യക്തികൾ ചില കാര്യങ്ങൾ എന്നോടൊന്ന് പറയുകയോ തരുകയോ ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കാണുന്ന സമയത്ത് ഞെട്ടലാണ് സുഹൃത്തെ, ഞെട്ടൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള താങ്കൾ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇത്രത്തോളം ന്യായീകരിക്കുകയും അതിനകത്ത് മറ്റേ ഒരു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത്? അതാ പറഞ്ഞത്, നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വളരെ സിമ്പിൾ പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്കും ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ വരും. അതേസമയത്ത് നിങ്ങൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി വയ്ക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആരും വന്ന് കാണത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ ഒരു തരത്തിൽ ആൾക്കാരുടെ ഇമോഷൻസ് അതിനെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് താങ്കൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനകത്ത് നിങ്ങൾ ഇരയാക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയാണ്. അത് ന്യായമാണോ സുഹൃത്തെ? അത് ന്യായമാണോ? ഒരുപാട് വിഷമം ഉണ്ടാവാനുള്ള കാര്യം. കാരണം നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ഞാനൊരു 2 ആഴ്ച എങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്, റൂമിൽ എങ്ങനെ, എൻ്റെ വീട്ടിലെന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. കാരണം ഞാൻ ആരും കാണിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പണ്ട് തൊട്ടേ, അതായത് നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനല്ല, എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനോ ഞാൻ നിന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയ ആ ആൾ ഇങ്ങനെ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ആൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ ആൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അത് എങ്ങനെയാണോ അത് അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ നിങ്ങൾക്ക് ഇനി അത്രയും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് എന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട് എന്നെക്കുറിച്ച് അറിയുന്നത്. ആ വ്യക്തികൾ ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക, ആ വ്യക്തികളോട് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം, എൻ്റെ ഒരു മുരിക്കാശ്ശേരിലാണ്, ഇടുക്കി മുരിക്കാശ്ശേരിലാണ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നാൾ വരെ എവിടെയായിരുന്നു എന്നുള്ളത് വരെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം. കുറേ ഡീറ്റെയിൽ ഇത്ര അറിയുന്ന ആൾക്കാർക്ക് എന്തായാലും അതും അറിയാലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ എവിടെ പോയി, താങ്കൾ എന്തൊക്കെ ചെയ്തു, വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ, താങ്കൾ നല്ലൊരു വ്യക്തിയാണോ, താങ്കൾ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള വ്യക്തിയാണോ, താങ്കൾ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾ എന്താണ്, താങ്കൾ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് എന്നുള്ള കാര്യം തിരക്കലല്ലോ ഇവിടുത്തെ നിൽക്കുന്ന ആൾക്കാരുടെ മൊത്തം ജോലി. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൻ്റെ ഇപ്പം എന്നെപ്പോലൊരു വ്യക്തി ഇത് സംസാരിക്കേണ്ട സാഹചര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൻ്റെ അകത്തുള്ള വീഡിയോസ് നിരന്തരമായിട്ട് പലതരത്തിലും അതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് എന്ന് വെച്ചാൽ ഏതാണ്ടൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, 3-4 വർഷമാണെന്ന് തോന്നുന്നു, അന്ന് റിയാക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അതിനുശേഷം നിങ്ങളുടെ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ എടുക്കാൻ വന്നിട്ട് അതിനുശേഷം ഇപ്പോൾ റീസെൻ്റായിട്ട് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയി എന്നുള്ളതാണ്. അന്ന് നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഒരുമിച്ചായിരുന്നു. ഇന്ന് നിങ്ങൾ ഡിവോഴ്സായി, രണ്ട് ഭാഗത്തായി, ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞും ഇപ്പോൾ അമ്മയുടെ കൂടെയാണെന്നുള്ള കാര്യങ്ങൾ അറിയുന്നു. ഒരുപാട് ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുന്നു അറിയുന്നു. അതിനുശേഷം നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാത ചാനലുമായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞാറ്റയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിലൂടെ ഒരു സ്റ്റോറി ഇട്ടിട്ട് ഞാൻ മരണം, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി വിട്ടു മരിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഡിവോഴ്സ് സെലക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ അകത്ത് നിങ്ങളെ രണ്ടുപേരെയും അറിയുന്ന അത്യാവശ്യം 10 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു വലിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർ നമ്മുടെ ചാനലുകളും കാണുന്നവരാണ്. നമ്മളോട് ഈ ഒരു സംഭവങ്ങൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും, ഇത് നിങ്ങൾ കാണണം, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയണം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച് ഞാനിപ്പോഴും അഭിപ്രായം പറയുന്നില്ല, നിങ്ങളുടെ ജീവിതമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് കാണുന്ന ആൾക്കാർക്ക് കുറേ അധികം പഠിക്കാനുണ്ട്. നിങ്ങളെന്നുള്ള ഈ ഒരു വ്യക്തിയിൽ നിന്ന് പഠിക്കാനുണ്ട്, നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ള ജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വ്യക്തവും കൃത്യനിഷ്ഠവുമായി നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ ആ കുടുംബ ജീവിതങ്ങൾ ഏത് വഴിക്കൊക്കെ പോകുന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്കിതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അന്വേഷിക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ആ ഒരാൾ എങ്ങനെയാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യം ഓർക്കാൻ പോലും താല്പര്യമില്ല. സത്യമായിട്ട് പറയാൻ എനിക്ക് ആ കാര്യം ഓർക്കാൻ പോലും താല്പര്യമില്ല. ആ ആൾ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ അറിയുന്ന ആളുകളോട് നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇദ്ദേഹം
ഇപ്പോഴത്തെ ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ എന്താ, എനിക്ക് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല, ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, ആ വ്യക്തിയെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, അവരറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. ഇത് തന്നെയല്ലേ പുള്ളിക്കാരൻ ഈ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ അകത്തും പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ അതിനെ വിട്ട് കളയണം. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ്? താങ്കൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ നമ്മളത് വിട്ട് കളയണം. അപ്പോൾ പിന്നെ ആ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ വരുന്നുള്ള എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്? ഇത് മാത്രമാണോ ചോദ്യങ്ങൾ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾ പറയുന്നത് ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, എനിക്ക് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ആ ലെവലിൽ പറഞ്ഞു പോകുന്നു. ചിലപ്പോൾ നാളെ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് വന്നേക്കാം. നിങ്ങളുടെ സൈഡിൽ നിന്ന് പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്ത് വന്നേക്കാം. ചിലപ്പോൾ നാളെ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതല്ല എന്ന് ചിലപ്പോൾ സമൂഹത്തിന് തോന്നിയേക്കാം. ചിലപ്പോൾ അതെല്ലാം കണ്ട് സമൂഹം ഞെട്ടിയേക്കാം. അങ്ങനെ പലതും സംഭവിക്കാം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പോഴും ആ ഒരു പെൺകുട്ടിയെ ബ്ലെയിം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് സുഹൃത്തെ? ഞാൻ ഒരിക്കലും ഒരാളെ തെറ്റു പറയത്തില്ല, കാരണം അറിയാനുള്ള ക്യൂരിയോസിറ്റി കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ദൈവത്തെ ഓർത്ത് എൻ്റെ അടുത്തൊന്ന് ചോദിക്കരുത്. എനിക്കത് പിന്നെ വേറെ കുറേ പേര് പറഞ്ഞു, ആ ആളിൻ്റെ ആളുകൾ എന്നെക്കുറിച്ച് അത് പറയുന്നുണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കാം, എനിക്കത് കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി എങ്ങനെയെങ്കിലും എൻ്റെതായ രീതിക്ക് ഞാൻ പൊക്കോട്ടെ, എൻ്റെ രീതിക്ക് വിടുപ്പില്ല. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത്, കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചേട്ടാ ഡ്രഗ് അഡിക്റ്റഡ് ആണല്ലേ, ചേട്ടാ ഭയങ്കര. ദൈവം സഹായിച്ച് എനിക്കിപ്പം ഒരു അഡിക്ഷനും എനിക്കില്ല. അതിനുള്ള തെളിവ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരും, കാരണം നമുക്ക് ചില നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നോ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണോ? ഡ്രഗ് എന്ന് വെച്ചാൽ എന്ത് ഡ്രഗാണ്? ഇപ്പം നമ്മൾ ആൽക്കഹോളാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരി, രാസലഹരി പോലുള്ള കാര്യങ്ങളാണോ? എന്ത് തരം ലഹരിയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? താങ്കളോട് ചോദിച്ചവർ എന്താണ് ഉദ്ദേശിച്ചത്? അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ മുൻകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇനി അതുവല്ലോ ആണോ താങ്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ തകർക്കാനുള്ള കാരണമായിട്ടുള്ളത്? ഈ പറയുന്ന എല്ലാ വഴികളും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് കാണുന്നത് തന്നെയാണ്. മദ്യപിക്കാത്തവരും മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ആരെയോ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എനിക്ക് ഒരാളോട് അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡിക്ഷനും ഇല്ല, ഒരു കോപ്പില്ല, അതൊക്കെ കാട്ടി കളഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളോട് അഡിക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അഡിക്ഷനും ഇല്ല, ഒരു കോപ്പുമില്ല, അതെടുത്ത് കാട്ടി കളഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷേ എന്നും വന്നിരുന്നിട്ട് അതിനെക്കുറിച്ച് വർത്താനം പറയും. പുള്ളി അതിനെക്കുറിച്ച് എന്നും വന്നിട്ട് സംസാരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ എടുത്ത് കാട്ടിൽ കളഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷേ എന്നും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കും. മറ്റൊരു കാര്യം സംസാരിക്കാനില്ല, ഇത് തന്നെ സംസാരിക്കാനുള്ളൂ പുള്ളിക്ക്. പുള്ളി തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞ കാര്യമല്ല പുള്ളിക്കാരൻ. അന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് ഒരു ദുഷ്ലാക്കോടുകൂടി നിങ്ങൾ ഈ ഒരു സംഭവത്തിന് വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് റിവെഞ്ച് മോഡ് വല്ലതും ആണോ നിങ്ങളതെന്ന്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു കറക്റ്റ് ഫേസ് എന്ന് വെച്ചാൽ, പുള്ളി സ്ട്രെയിറ്റ് ടു ഹിറ്റ് ആ ഒരു പർട്ടിക്കുലർ ആ പെൺകുട്ടിയെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുള്ളിക്ക് ആരാധകരെ വൃന്ദങ്ങളെ കൂട്ടിയിട്ട് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാക്കി നൈസായിട്ട് ആ പെൺകുട്ടിക്ക് എതിരെയിട്ട് അടിക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രമാണ് കാണുന്നുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന എന്നെ മാത്രമാണ് നിങ്ങൾ കാണുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്നാ എനിക്കത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. നമ്മളിതൊരു കാര്യം തുടങ്ങി, ഞങ്ങളുടെ ലൈഫ് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ വന്നേക്കുന്ന കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒരു 24 മണിക്കൂറിന് ചിലപ്പോൾ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 1-2 മിനിറ്റുകൾ വെച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം 24 മണിക്കൂറാണെന്നും ഒരു മണിക്കൂറിൻ്റെ അകത്ത് 60 മിനിറ്റുകളാണെന്നുള്ളതും 1 മിനിറ്റിന് 60 സെക്കൻഡ് ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം സുഹൃത്തെ, എല്ലാവർക്കും അറിയാം. ഇത് എല്ലാം തുറന്ന് കാണിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും CCTV വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തീർന്നിക്കണം, ഇരിക്കണം. ഒരു ബിഗ് ബോസ് ലൈഫ് ആക്കണം നമ്മളത്. എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആരും അങ്ങനെ ചെയ്യുന്നില്ല, ആരും എല്ലാം പബ്ലിക്കാക്കി പറയുന്നില്ല. ഞാനിവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആർക്കറിയാം. കാരണം അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നു റിയൽ അല്ല, റിയൽ എന്നുള്ളത്. അത് നിങ്ങൾക്കൊരു എൻ്റേതായ രീതിയിൽ ഞാനൊരു ചെറിയൊരു തോട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റേതായ രീതിയിലൊരു മറുപടി ഉണ്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഒരാളുടെ പറമ്പിൽ ഒരു മരം നട്ടു. അതായത് എനിക്കന്ന് ആ ആളോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാളുടെ പറമ്പിൽ ഒരു മരം നട്ടു. അതൊരു കായും പൂവും ബലവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മരമായിരുന്നു കേട്ടോ. അപ്പോൾ ആ മരം ഞാൻ അവരുടെ പറമ്പിൽ കൊണ്ടുപോയി നട്ടു. കുറേ നാൾ ഞാനത് പരിപാലിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മരം വളർന്നു, കായ്ച്ചു, പൂവിട്ടു, കായ്ച്ചു. അത് കായും പഴങ്ങളും കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങി കഴിഞ്ഞപ്പം അതായത് ആ പറമ്പിൽ കൊണ്ടുപോയി എൻ്റെ ഇതിൽ ഞാൻ മരം നട്ടിട്ട് ആ മരം കായ്ച്ച് ഇതായി വന്നിട്ട് ആ മരം കായ്ച്ച് ബലം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഒരു നാൾ ആ ആൾ ഞാനും തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ ആൾ പറയാണ്, ഇനി ഇതെൻ്റെയാണ്,
ഞാനാണ് ഇത് ചെയ്തതെല്ലാം, ഇതിന്റെ ഫലങ്ങളും കാര്യങ്ങളും എന്റെയാണെന്ന് പറഞ്ഞാൽ സീരിയസ്ലി എന്താ പറയുക, ഒരു അയാളുടെ പറമ്പായതുകൊണ്ട് തന്നെ അത് അയാളുടെ തന്നെയാണ്. എനിക്കതിൽ അധികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ ആ മരം നടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കൈത്താങ്ങെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഒരു സ്വയം ഒരു ഇരയായി എന്നുള്ളൊരു ഇരവാദം നന്നായിട്ട് നടത്തുന്നുണ്ട്. ഒരു വ്യക്തി ഒന്നുമല്ല. കാരണം നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാ കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് ഇനി മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. എനിക്ക് അപ്പനും അമ്മയുണ്ട്, കുടുംബമുണ്ട്, ഒരു കുഞ്ഞുണ്ട്. പേര് എൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം. എനിക്ക് കുഞ്ഞുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഈ ലോകത്തിൽ ഏതാളിൽ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് എൻ്റെ കുഞ്ഞാന്നുള്ള കാര്യം എനിക്കറിയാം. അവന് വേണ്ടി ഞാൻ ജീവിക്കുകയും ചെയ്യും. അത് ഒരാളും എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അയ്യോ അമലെ നീ നിയമങ്ങളും നടപടികളും ഉണ്ട് ഈ നാട്ടിൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, എനിക്കത് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എല്ലാ കുട്ടികളും ഏറ്റുവാങ്ങിയെന്നും വെച്ച് ഞാൻ എന്നെ ഇങ്ങനെ ഇതാക്കാൻ നിൽക്കല്ലേ പ്ലീസ്, ഇതാക്കല്ലേ പ്ലീസ്. ഒരു ജീവിതത്തിൽ പറയാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് അത് മനസ്സിലാവുക. എന്തായിരുന്നാലും ഇത് തന്നെ അമൽ പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയാനുള്ളൂ. അമലിനോട്, സഹോദര, നിങ്ങളുടെ ആ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് നടന്ന പാസ്റ്റ് ലൈഫിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എന്നുള്ള രീതിയിലല്ല. നമ്മളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ ചെയ്യുമെന്നുള്ള രീതിയിലേക്കാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു സാധാരണ ഒരു നിഷ്പക്ഷ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി നോക്കുമ്പം നിങ്ങളിടുന്ന വീഡിയോസ് എല്ലാം ആ ഒരു പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിനെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് എത്രത്തോളം നിങ്ങൾക്കത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വരുന്നത് പോലെയൊക്കെ കാരണം അറിയില്ലല്ലോ. ഇപ്പം പുള്ളിക്കാരൻ തന്നെ പറയുന്നു എന്നെക്കുറിച്ച് അവരോട് ചോദിച്ചിട്ടുണ്ടാവും, ഇവരോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയോ? ഇല്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും കാണാം. സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ ഗൈസ്.